ഹായ് ഡിയേഴ്സ്, നമുക്കൊന്ന് കടൽ കാണാൻ പോയാലോ? ഇന്ന് ഈവനിങ് വെറുതെ ഇരുന്നപ്പോഴാണ് ഒന്ന് കടൽ കണ്ടിട്ട് വരാമെന്ന് ഓർത്തത്. സൂര്യാസ്തമയം കാണാൻ പോകാമെന്ന് ഓർത്തത്. പക്ഷെ വന്നപ്പോഴേക്കും സൂര്യനെ ഒന്നും കാണുന്നില്ല. എന്തായാലും വന്നു. പപ്പ ഓൾറെഡി പറഞ്ഞതാണ് കടൽ കൂടുതലാണെന്ന്. പക്ഷേ എന്നാലും പോകാൻ ഇറങ്ങിയതല്ലേ, മാറ്റി വെക്കേണ്ടെന്ന് ഓർത്ത് ഇങ്ങോട്ട് പോന്നു. വന്നത് നഷ്ടമായില്ല. നിറയെ ഷെൽസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നതെല്ലാം നിറയെ ഷെല്ലുകളാണ്. ഒത്തിരി ഷെൽസ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് കടൽത്തീരം ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ടെട്രാപോഡ്സ് ഒക്കെ മാറിപ്പോയെങ്കിൽ എന്താ, വെറൈറ്റീസ് ഓഫ് ഷെൽസ് കാണാൻ പറ്റി. ഇത് കണ്ടോ, ഒരു വലിയ ഷെല്ലാണ്. ഇത് എന്തിൻ്റെ ഷെല്ലാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ബീച്ചിൽ നിന്ന് കണ്ടപ്പോൾ ഒരു രസം തോന്നി. പക്ഷെ ഞാനിതിനെ എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല. ഞാൻ നോക്കിയപ്പോഴേക്കും ഇതിലങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു ഐഡിയയും തോന്നിയില്ല. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് പൊട്ടിയതായിട്ടൊക്കെ കണ്ടു. പിന്നെ എന്തിൻ്റെയാണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാനതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്ത് ഷെല്ലാണെന്ന് ഐഡിയ ഉണ്ടെങ്കിലോ ഒന്ന് പറയണേ. അങ്ങനെ ഞാൻ ഇതെടുത്തില്ലെങ്കിലും ഒന്നും എടുക്കാതിരുന്നില്ല. അവിടെ ഞാൻ നോക്കിയപ്പോഴേക്കും പല പല വെറൈറ്റീസ് ഓഫ് ഷെൽസ് കണ്ടു, കുഞ്ഞും വലുതും ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ ഓരോന്നേ കണ്ടതിനെയൊക്കെ പെറുക്കി കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഷെൽസ് കാണാൻ ഒത്തിരി ഇഷ്ടമാണോ? ഞാനപ്പോൾ ഓർത്തു, ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ അവർക്കിത് വളരെ യൂസ്ഫുൾ ആവില്ലേ. ഈ ഒരു ഷെല്ലിൻ്റെ പ്രത്യേകത ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് ഒത്തിരി ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇതിനൊരു റെയിൻബോ ഷെയ്ഡാണേ. ആ വലിയ ഷെല്ല് കളഞ്ഞേ ഉള്ളൂ, ബാക്കി ഒന്നിനെ വെറുതെ വിട്ടിട്ടില്ല. അവിടെ കിടന്ന ഇത്രയും ഷെൽസ് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു കൗതുകം. ഷെൽസൊക്കെ നേരത്തെ തൊട്ടേ കാണുമെങ്കിലും ഇത്രയും കൂടുതലായിട്ട് അതും ഈ ഒരു പ്ലേസിൽ കണ്ടതുകൊണ്ടായിരിക്കാം. ഞാൻ പലപ്പോഴും വരുന്നൊരു സ്ഥലമാണിത്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. കടൽ കൂടുതലായതുകൊണ്ടായിരിക്കാം. കുഞ്ഞും വലുതും ഒക്കെ ആയിട്ട് എന്തോരം ഷെൽസാണ്. ചെരുപ്പില്ലാതെ ഇവിടെ നടക്കാൻ പറ്റില്ല, അതാണൊരു പ്രോബ്ലം. ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ട് കടലിൽ ഇറങ്ങാമെന്ന് ഓർത്തു. പക്ഷേ ആ പ്ലാൻ വളരെ മോശം പ്ലാനായിരുന്നു. കാല് മുഴുവൻ വെച്ചപ്പോൾ തന്നെ ഷെൽസ് കൊണ്ട് കുത്തി. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെല്ല്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഷെല്ല് കാണുന്നത്. പലരും ഇതിനോട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടാവും. എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്യാത്തതുകൊണ്ടാണോ എന്തോന്ന് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈനിലുള്ള ഷെല്ലിനെ കാണുന്നത്. പിന്നെ എൻ്റെ ലക്ഷ്യം ഈ ഷെല്ല് കണ്ടുപിടിക്കുക എന്നുള്ളതായി. അതിനിടയ്ക്ക് എനിക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഓഫ് ഷെൽസൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടിയ ഷെൽസിനെയൊക്കെ കളയുന്നത് മോശമല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, കൂട്ടി വെക്കണം. അങ്ങനെ ആ ഒരു ടെട്രാപോഡിൻ്റെ മുകളിൽ സ്പേസ് കണ്ടുപിടിച്ചിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ കളക്ട് ചെയ്ത് കൂട്ടി വെക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നതാണ്. ഞാൻ വിചാരിച്ചു ഇതെന്താ പച്ച കളറിലെ വെറൈറ്റി ഷെല്ലോ എന്ന്. പക്ഷേ അത് ഷെല്ലല്ലായിരുന്നു, ആരോ ഉപേക്ഷിച്ചു പോയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പായിരുന്നു. സോ അത് പോട്ടെ, എന്തായാലും ഞാൻ അവിടെ വന്നത് മോശമായില്ല. അതിനടുത്ത് കിടന്നു എനിക്കൊരു വെറൈറ്റി ഷെല്ല് കിട്ടി. അതൊരു വെറൈറ്റി ഷേപ്പും ആയിരുന്നു. അതിനെയും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റം മാത്രം ഒരു വെറൈറ്റി ഷേപ്പിലായിരുന്നു നിൽക്കുന്നത്. ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാം പെറുക്കി കൂട്ടി ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിനെ ഇങ്ങനെ നോക്കി പെറുകാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ലാസ്റ്റ് ഇച്ചാനും എൻ്റെ കൂടെ കൂടി എനിക്കിഷ്ടപ്പെട്ട ആ ഒരു മോഡൽ ഓഫ് ഷെല്ല് ഇച്ചാനും ഫൈൻഡ് ഔട്ട് ചെയ്ത് തരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഷെല്ല് പെറുക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ ആ ഇഷ്ടപ്പെട്ട ഷെല്ലിൻ്റെ പാറ്റേൺസ് എനിക്ക് പലത് കിട്ടി. അപ്പോൾ അതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് പോവാറായപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ വെറൈറ്റി ഷെല്ലൊക്കെ പെട്ടതും അതിനെ കളക്ട് ചെയ്യാൻ തുടങ്ങിയതും. ഓൾറെഡി പോവാൻ നേരമായതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരുമാതിരിപ്പെട്ടതൊക്കെ ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം വന്നതല്ലേ, കടലിൽ കളിച്ചേക്കാമെന്ന് ഓർത്തു. കുറച്ച് നേരം കാല് നനച്ചുള്ളൂ. കാല് നനയ്ക്കണം എന്നുണ്ടെങ്കിൽ ചെരുപ്പിടാതെ രക്ഷയില്ലല്ലോ. ചെരുപ്പ് നനയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പുതിയ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെളി കണ്ടാൽ പോലും ഞാൻ ചെരുപ്പ് ഒരു കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരാളാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരെ കടലിൽ കളിച്ചുള്ളൂ. അതിനുശേഷം വന്നത് എന്തായാലും വെറുതെ ആയില്ല, സൂര്യാസ്തമയമൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. പിന്നെ ഷെല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നുകൊണ്ട് തന്നെ കുറേ ഷെൽസ് ചെരുപ്പിനുള്ളിൽ കുടുങ്ങിയിരുന്നു. അപ്പോൾ അത് കളയാൻ വേണ്ടി ഇച്ചാൻ പോയി നിൽക്കുവാണ്. പാൻറ്റ് നനയാതിരിക്കാൻ വേണ്ടി ട്രാക്ക് സ്യൂട്ടൊക്കെ മടക്കി വെച്ചിരുന്നു, പക്ഷേ യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഫുൾ പാൻറ്റും നനഞ്ഞു. അപ്പം ഞങ്ങൾ പോട്ടെ, ബൈ.